സാറേ എൻ്റെ ഡൗട്ടേ ഞാൻ കളർ പെൻസിൽ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പേപ്പർ മേടിച്ചു. ഉം. പേപ്പർ മേടിച്ച് ഇതാ A3. ഇത് വാട്ടർ കളർ പേപ്പറിന് എഴുതിയിരിക്കുന്നു. അത് മീഡിയം ഗ്രീൻ ആണ്. അത് അതിൽ വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന് അറിയാനായിരുന്നു. വാട്ടർ കളർ പേപ്പർ ആവുമ്പോൾ പേപ്പർ കുറച്ച് റഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് പക്ഷെ മീഡിയം പ്രശ്നം സർഫസ് ആണ്. അപ്പോൾ ഒരുപാട് റഫ് ആയിരിക്കില്ല, ഒരു മീഡിയം സർഫസ് ആയിരിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഈ സൈസിലുള്ള ഒരു പേപ്പർ പീസ് കട്ട് ചെയ്തു. ഈ സൈസിൽ ഇതിപ്പോൾ A5 സൈസ്, A4ന്റെ പകുതി. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള കളർ, നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു കളർ പെൻസിൽ എടുക്കുക. ഇഷ്ടമുള്ള കളർ ഫ്ലാറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. വൈറ്റ് ഡോട്ടൊന്നും വരരുത്, കുഴികളിലോട്ട് കളർ ഇറങ്ങണം. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണം, ഒട്ടും വർക്ക് ആവുന്നില്ല, കുറേ വൈറ്റ് ഗ്യാപ്പ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ടെക്സ്ചർ ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ പേപ്പർ മാറ്റുന്നത് നല്ലത്. അത് ഇപ്പോഴേ തന്നെ ചെക്ക് ചെയ്യുന്നത് നല്ലത്, വൈകിപ്പിക്കേണ്ട. ഞാനിപ്പോൾ വാട്ടർ കളർ ചെയ്യുന്ന പേപ്പറാണ്. ഈ പേപ്പറിൻ്റെ പേര് ആർച്ചസ് എന്നാണ്. ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്ന പേപ്പറാണ് ഈ പേപ്പർ. ഈ പേപ്പർ എൻ്റെ മാസ്റ്റർ പീസ് ചെയ്യും മുമ്പ് ഇതിൻ്റെ പീസ് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഞാൻ കളർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പീസിലല്ല, മൾട്ടിപ്പിൾ പീസിൽ. അതിനുശേഷമാണ് ഞാൻ മാസ്റ്റർ പീസ് ചെയ്തിരിക്കുന്നത്. അത് എത്ര വിലയുള്ള പേപ്പർ ആണെങ്കിലും മാസ്റ്റർ പീസ് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, പേപ്പറിൻ്റെ വിലയല്ല, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ലാസ്റ്റ് ചെയ്തു വരുമ്പോൾ അതല്ല പേപ്പറിന്ന് സൈഡ് പറഞ്ഞു. അത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഈ പേപ്പറിന്റെ തന്നെ ഫ്രണ്ട് പോർഷൻ ഏതാ ബാക്ക് പോർഷൻ ഏതാന്ന് എങ്ങനെ തിരിച്ചറിയും? ബാക്ക് പോർഷനിൽ വാട്ടർ കളർ പേപ്പർ ആണെങ്കിൽ ബാക്ക് പോർഷനിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ പാറ്റേൺസ് കാണാൻ പറ്റും. പതിഞ്ഞിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ്, പതിഞ്ഞിരിക്കുന്ന ഒന്ന് അമർത്തി വെച്ചേക്കുന്ന പോലത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് കാണാൻ പറ്റും ഒരു സൈഡിൽ. മനസ്സിലായി. അതിന്റെ മറ്റേ സൈഡിലാണ് വരയ്ക്കണ്ടേ. മനസ്സിലായി. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു A5 സൈസ് അപ്പൊ സാറേ ഇതല്ല പേപ്പറെങ്കില് A3 അന്നേരം ഏതാ വേറെ എടുക്കാം? കളർ പെൻസിൽ ആണെങ്കിൽ വാട്ടർ കളർ പേപ്പറിന് ഒരു മിക്സഡ് മീഡിയ പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന സാധാ പേപ്പർ ഉണ്ട്. മിക്സഡ് മീഡിയ ആണെങ്കിൽ ചിലപ്പോൾ റഫ് ആവാൻ ചാൻസ് ഉണ്ട്. ഡ്രോയിങ് പേപ്പർ ഓപ്ഷനാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും.